ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പെരിയാറിന്റെ ഓളങ്ങളിൽ 6 വയസ്സുകാരൻ കൈകാൽ കെട്ടി നീന്തിയത് 1 കിലോമീറ്റർ. പെരിയാറിന്റെ ഓളങ്ങളിൽ കൈകാൽ കെട്ടി അത്ഭുതം വിരിയിച്ച് 6 വയസ്സുകാരൻ നീന്തിയത് 1 കിലോമീറ്റർ. ചേരാനല്ലൂർ സ്വദേശിയായ മുകുന്ദ ഫലികയുടെയും അശ്വിനി എ പ്രഭുവിന്റെയും മകനായ വടുതല ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥിയായ 6 വയസ്സുകാരൻ കേദാറാണ് കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയും കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയും ആലുവ മണൽപ്പുറം മണ്ഡപം കടവ് മുതൽ 1 കിലോമീറ്റർ നീന്തി ആലുവ മണപ്പുറം കുട്ടിവനത്തിലെ അവസാന കടവിൽ നീന്തി കയറിയത്. തലയും ശരീരവും മാത്രമാണ് ഈ നീന്തലിൽ കേദാറിന് ചലിപ്പിക്കുവാൻ സാധിച്ചിരുന്നത്. പെരിയാർ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ഡാമുകൾ തുറന്നുവിട്ട് നിറഞ്ഞ് കലങ്ങി ശക്തമായി ഒഴുകിയിട്ടും പുഴയിലെ ഒഴുക്ക് കേദറിന്റെ നീന്തലിന് തടസ്സമായില്ല. വളവശ്ശേരി റിമ്മർ സ്വിമ്മിംഗ് ക്ലബ്ബ് കഴിഞ്ഞ 16 വർഷമായി സൗജന്യമായി 15,000-ലധികം ആളുകളെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളാശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാർ ഈ വർഷം PRCയിൽ നീന്തൽ പരിശീലിച്ചത്. ഈ സാഹസിക നീന്തലിലൂടെ കേദാർ ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തൽ പരിശീലിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തന്നിരിക്കുകയാണ്. കൊച്ചി ട്രാഫിക് വെസ്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് നിസാർ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ 2025 2962 വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചു. അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്നത്. കേദാർ 6 വയസ്സുകാരനാണ്. ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് 2 കൈയും 2 കാലും പുറയിലേക്ക് കെട്ടിയിട്ട് 1 കിലോമീറ്റർ നീളം ഇന്ന് പെരിയാർ നീന്തി. നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു. അപ്പം നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരും പെരിയാറിലേക്ക് ആഹ്വാനം ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു കൊച്ചു പോലും മുങ്ങി മരിക്കില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ സന്ദേശം. നമ്മൾ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നീന്തലും മാതാപിതാക്കൾ തന്നെ കുട്ടികളെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഈ കുട്ടി 6 വയസ്സിൽ നീന്തൽ പഠിച്ചു. ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു. പിന്നെ 2 കൈയും 2 കാലും പുറയിൽ കെട്ടിയിട്ട് പെരിയാർ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാം. ആരും മുങ്ങി മരിക്കില്ല. അതാണ് കേദാർ വഴി തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ആലുവ.